ഇപ്പോൾ GP കുഞ്ഞബ്ദുള്ള ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ഇത് രചിച്ച വ്യക്തിയാണ് ഈ ഗാനം. ശ്രീ കുഞ്ഞബ്ദുള്ള, താങ്കളുടെ രാഷ്ട്രീയ പശ്ചാത്തലം അടക്കം പറഞ്ഞുകൊണ്ടാണ് CPM വിമർശനം ഉന്നയിക്കുന്നതും പാർട്ടി അടക്കം ഇതിൽ പരാതിയുണ്ട് എന്ന് CPM-ന്റെ ജില്ലാ സെക്രട്ടറി അടക്കം ആവശ്യപ്പെടുകയും ഇന്നിപ്പോൾ പരാതി എത്തുമ്പോൾ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു. കേസുണ്ടാകുമോ എന്നൊക്കെ ഇനി അവരാണ് തീരുമാനിക്കേണ്ടത്. താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പ്രതികരിക്കാനുള്ളത്? സാറേ, ഞാൻ എല്ലാ വർഷവും ഇങ്ങനെ പാട്ട് എഴുതാറുണ്ട്. ഇപ്രാവശ്യം ഈ പാട്ട് എഴുതുന്ന കൂട്ടത്തിൽ അയ്യപ്പന്മാരുടെ ദുഃഖവും കൂടി പറഞ്ഞതേ ഉള്ളൂ. അയ്യപ്പന്മാരുടെ ദുഃഖവും കൂടി അതിൽ ആവിഷ്കരിച്ചതേ ഉള്ളൂ. ഗൂഢലക്ഷ്യത്തോടെയാണോ താങ്കൾ ഈ വരികൾ എഴുതിയത്? അല്ലല്ല, അത് ആ പാട്ട് മുഴുവൻ കേട്ടാല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓരോരോ പ്രശ്നവും നാട്ടിലുണ്ടായ ഓരോരോ പ്രശ്നവും അതിൽ ആവിഷ്കരിച്ചതേ ഉള്ളൂ, വേറൊന്നുമില്ല. മുൻപ് താങ്കൾ എത്ര പാട്ടുകൾ എഴുതിയിട്ടുണ്ട്? ഞാൻ 600 പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. 600 പാട്ട് എഴുതിയ വ്യക്തിയാണ്. അപ്പോൾ ഒരു പ്രത്യേക സന്ദർഭം മാത്രം കണ്ട് എഴുതിയതല്ല. അല്ലല്ല. അപ്പോൾ ഇതിൽ ഇങ്ങനെ ഒരു കാര്യങ്ങൾ, കാരണം ഇതിൽ ശ്രീ അനിൽകുമാർ ഇപ്പോൾ നമ്മുടെ ചർച്ചയിൽ പറഞ്ഞു, സഖാക്കളാണ് കട്ടുകൊണ്ടുപോയത് എന്ന് താങ്കൾക്ക് തോന്നാനുള്ള കാര്യമെന്ന് പറയുമ്പോൾ അത് രാഷ്ട്രീയ കാഴ്ചപ്പാട് കൂടി എഴുതിയതാണ് എന്നാണ്. താങ്കളുടെ ലീഗിന്റെ പശ്ചാത്തലമടക്കം പറയുകയാണ്. ഞാൻ ലീഗല്ല, ഞാൻ കോൺഗ്രസ്സുകാരനാണ്. അപ്പോൾ ഈ പറഞ്ഞത് സഖാക്കൾ കട്ടു എന്നതിന് താങ്കൾക്ക് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ ആ വരികൾ എഴുതിയെന്നാണ് CPM ചോദിക്കുന്നത്. അത് ഇവിടെ വന്ന കേസും ഗുൽമാലല്ല അവരുടെ പേരിലല്ലേ? അവരുടെ പേരിലല്ലേ കേസെല്ലാം വന്നത്? അതെ, പക്ഷെ അത് അവർ അംഗീകരിക്കുന്നില്ല. കോടതി പറഞ്ഞുകൊണ്ട് ചർച്ചക്ക് വന്നത് കൊണ്ട് അങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ. ഈ ഇവിടെ നിന്ന് ആരെങ്കിലും താങ്കളെ ബന്ധപ്പെടുകയോ മറ്റോ ചെയ്തോ? ആരെങ്കിലും പാർട്ടിക്കാരോ? അല്ലെങ്കിൽ ഈ പോലീസ് കേസ് ഇന്നലെ വന്നതേ ഉള്ളൂ, പരാതി ഇന്നലെ വന്നതേ ഉള്ളൂ, ഇനി ഒരു പക്ഷേ വിളിക്കുമായിരിക്കും. അതിന്റെ പേരിൽ ആരും വിളിച്ചിട്ടൊന്നുമില്ല. സാധാരണ നിലക്ക് പാട്ട് വിജയിച്ചപ്പോ അടൂർ പ്രകാശും IB-നും പിന്നെ പ്രവീൺ കുമാറെല്ലാം വിളിച്ചിരുന്നു. പിന്നെ നമ്മുടെ വിഷ്ണുനാഥ് വിളിച്ചിരുന്നു. അപ്പോൾ ഈ അതല്ല, ഈ തെരഞ്ഞെടുപ്പ് ജയിക്കുന്നവരെ ഇതിന് യാതൊരു പ്രശ്നമില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന്റെ ശേഷമല്ല ഈ പ്രശ്നം വരുന്നത്. അതെങ്ങനെയാണെങ്കിൽ ആദ്യം തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെയല്ലേ ഇത് പറഞ്ഞേ. അപ്പോൾ ഈ കേസ് എടുക്കുകയാണെങ്കിൽ അതിനെ നേരിടുമോ? അന്വേഷണവുമായിട്ട് സഹകരിക്കുമോ താങ്കൾ? തീർച്ചയായിട്ടും. പിന്നെ നേരിടേണ്ട വന്നാൽ നേരിടണ്ടേ. നമ്മളിപ്പോ ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരാളല്ലേ. അപ്പൊ ഇന്ത്യ കോടതി നമ്മളെ പേരിലൊരു കേസിട്ട് അതിനോട് നമ്മൾ സഹകരിക്കണ്ടേ? ഈ ഭക്തിഗാനത്തിന്റെ പവിത്രത വികാരപ്പെട്ടു എന്നാണ് ഈ പരാതിക്കാർ പറയുന്നത്. അതിലെന്തെങ്കിലും ഉണ്ടോ? ഈ ട്യൂണിൽ ഒരുപാട് മാപ്പിളപ്പാട്ട് വന്നിട്ടുണ്ട്, പിന്നെ പാരഡി ഗാനങ്ങൾ വേറെ ഇറങ്ങിയിട്ടുണ്ട്. ഈ ട്യൂൺ തെരഞ്ഞെടുത്തതല്ലേ ഉള്ളൂ. ഞാനും ശ്രീ കുഞ്ഞബ്ദുള്ള ഞാനും കേട്ടിട്ടുണ്ട്. കാരണം ഇത് ആദ്യമായിട്ടല്ല ഈ പാട്ടിന്റെ പേരിൽ പാരഡി ഗാനങ്ങൾ, രാഷ്ട്രീയ ഗാനങ്ങളൊക്കെ പുറത്തേക്ക് വന്നിട്ടുള്ളത്. അത് പാർട്ടി ചാനൽ പോലും സംപ്രേഷണം ചെയ്ത ചാനലിൽ വന്ന തന്നെ പാട്ടുകൾ ഇന്നലെ കണ്ടിട്ടുള്ളോ? ഞാൻ കേട്ടു. അങ്ങനെ സംഗീതത്തിന് ഒരു മതവും ജാതിയും ഒന്നും ഇല്ലല്ലോ. അത് രാഷ്ട്രീയത്തിന് ഉപയോഗിക്കും, പൊതുകാര്യങ്ങൾക്ക് ഉപയോഗിക്കും, ഹിന്ദു ഭക്തി ഗാനങ്ങൾക്ക് ഉപയോഗിക്കും. ഒത്തിരി മുസ്ലിം ഗാനങ്ങൾ അയ്യപ്പന് വേണ്ടി എഴുതിയ ട്യൂണുകളുണ്ടല്ലോ. താങ്കൾ എന്താണ് ഇനി നാട്ടിലേക്ക് വരുന്നത്? സിനിമാ പാട്ടിലെ ട്യൂണുകളിൽ അയ്യപ്പ ഭക്തി ഗാനങ്ങൾ ഇറങ്ങാറുണ്ടല്ലോ. ശ്രീ കുഞ്ഞബ്ദുള്ള, താങ്കൾ നാട്ടിലെവിടെയാണ്? നാട്ടിൽ ഞാൻ നാദാപുരത്താണ്. അപ്പോൾ ഈ പാർട്ടിയുമായിട്ടൊക്കെ സജീവമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണോ? അങ്ങനല്ല, എന്റെ ഒരു രാഷ്ട്രീയ കോൺഗ്രസിന്റെ ലൈനാണ്. സജീവമായിട്ട് ബന്ധപ്പെട്ട ഞങ്ങൾ 46 വർഷമായിട്ട് ഗൾഫിലല്ലേ. അല്ല, ഞാൻ ചോദിച്ചത് ഗൾഫിലായാലും ഈ പ്രവാസി സംഘടനകളുണ്ടല്ലോ, UDF ആഭിമുഖ്യമുള്ള, അങ്ങനെ എന്തെങ്കിലും സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണോ? എപ്പോഴെങ്കിലും ആ കമ്മിറ്റികളിലും പോക്കാറുണ്ട്. കോൺഗ്രസിന്റെ ഇൻഗാസിന്റെ കമ്മിറ്റികളിലും പോകാറുണ്ട്. ഈ രാഷ്ട്രീയ ഗാനങ്ങൾ വേറെ ഏതാണ് എഴുതിയത് മുൻപ്? ഒത്തിരി ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് തന്നെ, ഇത് ഈ ഒരു ടോൺ എടുക്കുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ട് ഈ ടോൺ എപ്പോഴാണ്? അതെ ശബരിമലയിലെ പ്രശ്നം ഇപ്പല്ലേ വന്നിട്ടുള്ളൂ.
അപ്പോൾ ഞാൻ ചോദിച്ചത് ഇപ്പോൾ ഇങ്ങനെ എഴുതണമെന്ന് കൂടുതൽ തോന്നാൻ കാരണം ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൻ്റെ തീവ്രതയിൽ നിൽക്കുന്ന ഒരു സമയത്താണോ ഇത് എഴുതണമെന്ന് തോന്നിയത്? അതല്ല തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ മാത്രം ഒരു പാർട്ടി ഗാനമായി ഇത് അല്ലല്ല, അതിന്റെ തീവ്രത വന്നപ്പോ തന്നെ നമ്മളിപ്പോ ഒരു രാഷ്ട്രീയ ഗാനം ആനുകാലിക പ്രശ്നങ്ങൾ വെച്ചിട്ടാണല്ലോ. അപ്പോൾ ഈ എഴുതിയ ശേഷം എഴുതിയ ശേഷം ഇത് ഇത്ര വൈറലാകുമെന്ന് വിചാരിച്ചില്ലല്ലേ? അല്ലല്ല, ഇത് അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ ഗാനമായിട്ട് ഉപയോഗിക്കാമെന്ന് മാത്രമേ വിചാരിച്ചുള്ളൂ. പിന്നെ ആൾക്കാർ ഇത് കേട്ട് തുള്ളുന്നതിനൊന്നും നമുക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ലല്ലോ. അതായത് ജാതിമത ഭേദമന്യേ കേരളം ഈ ഗാനം ഏറ്റുവാങ്ങി. ഇപ്പോൾ അതിന്റെ ഒരു പ്രശ്നമാണോ കാണുന്നതെന്നാണ് താങ്കൾ വരികളിൽ സൂചിപ്പിക്കുന്നത്? കാരണം തെരഞ്ഞെടുപ്പ് ഒരു റിസൾട്ടിന് ശേഷം ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണിത്. അപ്പോൾ അത് നന്നായിട്ട് ജനങ്ങളുടെ കാതുകളിലേക്ക് മുഴങ്ങുന്നു ഈ വരികൾ. അതുകൂടി പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ് പരാജയങ്ങളിൽ ഇടതുപക്ഷത്തിന്റെ കാരണമായി എന്ന് ചിന്തിക്കുകയാണോ താങ്കൾ? അങ്ങനെ തോന്നുന്നുണ്ടോ? അങ്ങനൊന്നുമില്ല. ഞാൻ ഒരു പാട്ട് എഴുതിയതാണ്. തെരഞ്ഞെടുപ്പ് UDF നോക്കുവോ, ഞാൻ തെരഞ്ഞെടുപ്പ് റിസൾട്ട് പ്രവചിച്ചിരുന്നു. ആദ്യം ഞാൻ എഴുതിയെന്ന് പറഞ്ഞാൽ ഒരു 45% UDF പിടിക്കും, 40% LDF പിടിക്കും, 10-15% BJP മുന്നിലെത്തുന്നായിരുന്നു എൻ്റെ ഒരു പ്രവചനം. അപ്പോൾ വളരെയധികം നന്ദി ശ്രീ കുഞ്ഞബ്ദുള്ള, ഒപ്പം അനിൽകുമാർ. അപ്പോൾ രാഷ്ട്രീയം ഇല്ലാത്തവരായി ആരും തന്നെ ഇല്ല. ഓരോ വ്യക്തിക്കും ഓരോ രാഷ്ട്രീയങ്ങൾ ഉള്ളിലുണ്ട്. അപ്പോൾ ആ രാഷ്ട്രീയങ്ങൾ പ്രകടിപ്പിക്കാനുള്ള വേദികൾ വളരെ ആരോഗ്യകരമായി തന്നെ വിനിയോഗിക്കപ്പെടണം. ആ രീതിയിൽ നോക്കുമ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യം കുഞ്ഞബ്ദുള്ള പ്രകടിപ്പിക്കുകയായിരുന്നു. അതിന്മേൽ ഒരു കേരളമൊന്നാകെ ഒരു വലിയൊരു വിഭാഗം ജനങ്ങൾ ഈ പാരഡി ഗാനം ഏറ്റെടുത്തു. അതിന് പിന്നാലെയാണ് ഒരു പരാതി വരുന്നത്. ആ പരാതിയിൽ യുക്തിയുണ്ടോ, പരാതിയിൽ ഇലമെൻ്റ് ഉണ്ടോ കേസിനാസ്പദമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് നമുക്ക് പുറമേ നോക്കുമ്പോൾ ആളുകൾക്ക് ചിന്തിക്കാം. നിയമപരമായ തലത്തിലേക്ക് വരുമ്പോൾ അത് ഇലമെൻ്റ് ഒന്നുമേ ഇല്ല എന്ന് പറയേണ്ടി വരും. ഇനിയിപ്പോൾ പരിശോധനയ്ക്ക് വിധേയമാക്കണം. അത് സൈബർ വിങ്ങിന് കൈമാറിയിട്ടുണ്ട് ഈ പരാതി. സൈബർ വിങ്ങാണ് ഇനി പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടത്.